ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വിഷയം ജുമുഅ ഖുതുബയും രാഷ്ട്രീയവും. ജുമുഅ ഖുതുബ എന്നത് മുസ്ലിം സമൂഹത്തെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ഒരു മഹത്തരമായ വേദിയാണ്. ഇതൊരു സാധാരണ പ്രസംഗമല്ല, മറിച്ച് മനുഷ്യരെ അള്ളാഹുവിൻ്റെ ഭയം, തഖ്വ, തൗഹീദ്, സുന്നത്ത്, നല്ല സ്വഭാവം എന്നിവയിലേക്ക് വിളിക്കുന്ന ഒരു ആരാധനയാണ്. എന്നാൽ ജുമുഅ ഖുതുബയിൽ രാഷ്ട്രീയവും ഇന്ന് നടക്കുന്ന യുദ്ധങ്ങളുമൊക്കെ സംസാരിക്കാമോ? രാഷ്ട്രീയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനമാക്കിയുള്ള പൊതുവായ മാർഗനിർദ്ദേശമാണെങ്കിൽ അതിൽ ഒരു ദോഷവുമില്ല. എന്നാൽ പ്രത്യേകമായ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ നാം മനസ്സിലാക്കണം, ഒരു പ്രധാനപ്പെട്ട കാര്യം നാം മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രവാചകനായിരുന്നു, ഒരു ഭരണാധികാരിയായിരുന്നു, ഒരു ന്യായാധിപനായിരുന്നു, ഒരു സൈനിക നായകനായിരുന്നു. ആയതിനാൽ അവസ്ഥ അനുസരിച്ച് അദ്ദേഹം സമൂഹവുമായി ബന്ധപ്പെട്ട പ്രത്യേക വിഷയങ്ങളിലും സംസാരിച്ചിരുന്നു. അതിൽ ഭരണവും യുദ്ധവും ഒക്കെ ഉൾപ്പെടും. അതേപോലെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖിലാഫത്തിനെ കുറിച്ച് സംസാരിച്ചത് അദ്ദേഹം ഒരു ഭരണാധികാരിയായതിനാലാണ്. അവർ സംസാരിക്കുന്നത്, ആ പ്രത്യേക സാഹചര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്, അവർക്കതിൻ്റെ വിശദാംശങ്ങൾ വ്യക്തമായും കൃത്യമായും അറിയാം. അത് പ്രമാണങ്ങളുടെ വിജ്ഞാനത്തോടെയാണ് സംസാരിക്കുന്നത്. ബാറക്കല്ലാഹു ഫീക്കും. എന്നാൽ ഇന്നത്തെ സാഹചര്യമോ? നമുക്കറിയാം, എല്ലാ ഖത്തീബുമാരും ഭരണാധികാരികളല്ല. അതുകൊണ്ട് എല്ലാവർക്കും രാഷ്ട്രീയ വിഷയങ്ങളിൽ സംസാരിക്കാനുള്ള യോഗ്യതയില്ല. കാരണം അവർ ഭരണത്തിലില്ലാത്തത് കൊണ്ട് പ്രത്യേക സാഹചര്യങ്ങളുടെ യാഥാർത്ഥ്യം അവർക്കറിയില്ല. അതുകൊണ്ട് പലരും പത്രങ്ങൾ വായിച്ചാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഏത് പത്രം വായിച്ചോ അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അവർ സംസാരിക്കുക. മറ്റൊന്ന്, പ്രമാണങ്ങൾ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലുമല്ല അധിക പേരും സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗുരുതരമായ തെറ്റുകൾ സംഭവിക്കാറുണ്ട്. ഇത് ജനങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കും. ചിലപ്പോൾ കുഴപ്പങ്ങൾക്ക് വരെ കാരണമാകും. സത്യമെന്ന് കരുതി പറയുന്നത് തെറ്റായിരിക്കാം. ശരിയെന്ന് കരുതി നയിക്കുന്നത് കുഴപ്പത്തിലേക്ക് നയിക്കാം. പ്രത്യേക രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് അധികാരത്തിലിരിക്കുന്നവരുടെ പ്രത്യേക അവകാശമാണ്. കാരണം അവർക്കാണ് അതിൻ്റെ യാഥാർത്ഥ്യം അറിയുന്നത്. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് വിശദമായ രാഷ്ട്രീയ കാര്യങ്ങൾ അതിൻ്റെ ആളുകൾക്ക് വിട്ടുകൊടുക്കണം. ഖത്തീബുമാർ ഖുർആനും സുന്നത്തും അടിസ്ഥാനമാക്കിയുള്ള പൊതുവായ നിർദ്ദേശങ്ങളാണ് സംസാരിക്കേണ്ടത്. ഒരു ഖത്തീബ് ജനങ്ങളെ തൗഹീദിലേക്ക് വിളിക്കുക, സുന്നത്ത് പഠിപ്പിക്കുക, നല്ല സ്വഭാവങ്ങൾ വളർത്തുക, ഹൃദയങ്ങളെ ശരിയാക്കുക, ഈമാൻ ശക്തമാക്കുക, അള്ളാഹുവിലേക്ക് അടുക്കാൻ സഹായിക്കുക, ഇതൊക്കെയാണ് ഒരു ഖുത്ബയുടെ ലക്ഷ്യം. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് ഖുർആനും സുന്നത്തും വ്യക്തമായി പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളുടെ മാർഗം പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോഴാണ് ജുമുഅ ഖുതുബ ശരിയായ ദിശയിലാവുക. അപ്പോഴാണ് ഹിദായത്തിന് കാരണമാവുക. അല്ലെങ്കിൽ തെറ്റായി ഉപയോഗിച്ചാൽ ഫിത്നക്കും കുഴപ്പത്തിനും കാരണമാകും. അതിനാൽ ജാഗ്രതയോടെ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ മാത്രം സംസാരിക്കണം. അതുകൊണ്ട് ഖുതുബയിൽ തൗഹീദ്, സുന്നത്ത്, നല്ല സ്വഭാവങ്ങൾ വളർത്തിയെടുക്കാൻ, പരലോകത്തെപ്പറ്റി ഓർമ്മപ്പെടുത്തൽ, പാപങ്ങളിൽ നിന്ന് മുന്നറിയിപ്പ് നൽകൽ, നമ്മുടെ ശ്രദ്ധ ദീൻ ശരിയാക്കുന്നതിലായിരിക്കണം. ജുമുഅ ഖുതുബ ദുനിയാവിഷയങ്ങളിൽ ആളുകളെ നയിക്കാനുള്ള രാഷ്ട്രീയ വേദിയല്ല. പ്രത്യേക രാഷ്ട്രീയ വിഷയങ്ങളിലെ വിശദമായ ചർച്ചകൾ, രാഷ്ട്രീയ പാർട്ടികളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ,
യുദ്ധങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിൽ ആരാണ് ശരി തെറ്റ് എന്ന വിശദീകരണം, ഇതൊന്നുമല്ല കുത്തുബയുടെ ലക്ഷ്യം. കാരണം ഇതൊരു രാഷ്ട്രീയ നിർദ്ദേശ വേദിയല്ല. ഖത്തീബ് രാഷ്ട്രീയ വിശകലനക്കാരനല്ല, വാർത്താ വിതരണക്കാരനല്ല. ചില ഖത്തീബുകൾ വോട്ട് ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വോട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് രാഷ്ട്രീയ സംവിധാനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയുള്ള പ്രോത്സാഹനവുമാകുന്നു. ഇതൊന്നും കുത്തുബയുടെ ലക്ഷ്യത്തിൽ പെടുന്നില്ല. ജുമാ കുത്തുബ ദീൻ പഠിപ്പിക്കാനുള്ളതാണ്. തെരഞ്ഞെടുപ്പുകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, കുത്തുബയിൽ പറയുമ്പോൾ അത് കുത്തുബയുടെ ലക്ഷ്യത്തിൽ പെടുന്നില്ല. കാരണം അതുകൊണ്ട് ഒരാൾ സംസ്കരിക്കാൻ പോകുന്നില്ല. മറ്റൊന്ന്, ഇതൊഴിവാക്കുന്നതാണ് നല്ലത്. കാരണം കേൾക്കുന്ന മുസ്ലിങ്ങളിൽ ഇതിൽ അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ടാവും. ചിലർ വോട്ട് ചെയ്യുന്നതാണ് ശരിയെന്ന് കരുതും. ചിലർ ഈ വിഷയത്തെക്കുറിച്ച് പണ്ഡിതന്മാരുടെ നിന്ന് പഠിച്ചത് കൊണ്ട് അവരിത് ബിദ്അത്ത് എന്ന നിലക്ക് അവർ വോട്ട് ചെയ്യുകയില്ല. എന്നാലും അവർ വോട്ട് ചെയ്യുന്നവരെ തടസ്സപ്പെടുത്തില്ല. കാരണം ചില പണ്ഡിതന്മാർ നിർബന്ധ സാഹചര്യത്തിൽ വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചില പണ്ഡിതന്മാർ നിർബന്ധ സാഹചര്യത്തിൽ വോട്ട് ചെയ്യാം എന്ന് പറഞ്ഞ അതേ പണ്ഡിതന്മാർ തന്നെ പക്ഷേ ഇതിൽ ബിദ്അത്ത് വരുന്നത് കൊണ്ട് വോട്ട് ചെയ്യാതിരിക്കലാണ് അഫ്ളൽ എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. അതുകൊണ്ട് ചിലർ വോട്ട് ചെയ്യൂല, അവിടെ ബിദ്അത്ത് വരുന്നത് കൊണ്ട് വോട്ട് ചെയ്യൂല, അതാണ് അഫ്ളൽ എന്ന് പറഞ്ഞുകൊണ്ട്. നിർബന്ധ സാഹചര്യത്തിൽ വോട്ട് ചെയ്യാൻ അനുവദനീയമാണെങ്കിലും അതുകൊണ്ട് അവർ വോട്ട് ചെയ്യുന്നവരെ തടസ്സപ്പെടുത്തുന്നുമില്ല. അപ്പോൾ കുത്തുബയിൽ ഈ വിഷയം പറയുമ്പോൾ അത് ഒരു പക്ഷത്തെ പിന്തുണക്കുന്ന പോലെയാകും. അതോടെ കുത്തുബയുടെ നിഷ്പക്ഷത നഷ്ടപ്പെടും. ജുമാ കുത്തുബ എന്ന് പറയുന്നത് എല്ലാവർക്കുമുള്ള ഉപദേശമാണ്. അതെല്ലാവർക്കും പ്രയോജനമുണ്ടാകണം. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് സംസാരിക്കുമ്പം എന്ത് സംഭവിക്കും? ആ സംസാരിക്കുന്ന സമയങ്ങളൊക്കെ വോട്ട് ചെയ്യണ്ട എന്ന് തീരുമാനിച്ചവർക്ക് ഉപകാരപ്പെടുകയില്ല. അത് കുത്തുബയുടെ ലക്ഷ്യത്തിന് തെറ്റി. കാരണം കുത്തുബയുടെ ലക്ഷ്യം അത് അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അത് ഉപദേശമാണ്, അവരുടെ മനംമാറ്റത്തിനാണ്. ബാറക്കല്ലാഹു ഫീക്കും. ആർക്ക് ഈ വോട്ടിനെക്കുറിച്ചും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനെക്കുറിച്ചും സംസാരിച്ചാൽ അതുകൊണ്ട് ഒരു മനംമാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. വോട്ട് ചെയ്യാത്തവർക്ക് അത്രയും സമയം കുത്തുബയുടെ നസീഹത്ത് കിട്ടുന്നില്ല. അതുകൊണ്ട് കുത്തുബ എന്ന് പറഞ്ഞത് എല്ലാവർക്കും പ്രയോജനമുണ്ടാകണം. അതിനെ ഒരു രാഷ്ട്രീയ നിർദ്ദേശ വേദിയാക്കരുത്. വോട്ട് ചെയ്യുക എന്ന പോലത്തെ കാര്യങ്ങൾ കുത്തുബയുടെ പുറത്തേക്ക് വിടുന്നതാണ് കൂടുതൽ സുരക്ഷിതം. അത് കുത്തുബയിൽ പറയാതെ കുത്തുബയുടെ പുറത്ത്, കുത്തുബ അല്ലാത്ത സമയത്ത് അതിനെക്കുറിച്ച് സംസാരിക്കുന്നതാണ് കൂടുതൽ സുരക്ഷിതം. ബാറക്കല്ലാഹു ഫീക്കും. പിന്നെ കുത്തുബയിൽ മുസ്ലിങ്ങളുടെ കാര്യങ്ങൾ ദുആ ചെയ്യാനും ശത്രുക്കൾക്കെതിരെയും നമുക്ക് ദുആ ചെയ്യാം. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ്, യുദ്ധങ്ങളിൽ ആരാണ് ശരി തെറ്റ് എന്നതിനെക്കുറിച്ച് അവരവർക്ക് തോന്നുന്ന വിശദീകരണം ഇതൊന്നും സന്മാർഗത്തിലേക്ക് നയിക്കുന്നതല്ല. ഇത് മുസ്ലിം സമൂഹത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കും. അതോടെ കുത്തുബയുടെ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റി. അതുകൊണ്ട് നാം ഖുർആനും സുന്നത്തും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഉറച്ചു നിൽക്കണം. ഹൃദയങ്ങളെ ശരിയാക്കുന്ന വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. കുത്തുബ കേട്ട സഹോദരങ്ങൾ അവർ കുത്തുബ കേട്ട് കഴിഞ്ഞിറങ്ങുമ്പോൾ അവരുടെ ഹൃദയം മാറിയോ, അവർക്ക് ഈമാൻ വർദ്ധിച്ചോ, അവർക്ക് പാപങ്ങളിൽ നിന്ന് മാറാൻ തീരുമാനിച്ചോ, അങ്ങനെയാവുമ്പോൾ അതൊരു വിജയകരമായ കുത്തുബയാണ്. അൽഹംദുലില്ലാഹ്, അത് പ്രയോജനകരമായ കുത്തുബയാണ്. കുത്തുബ അതിൻ്റെ ലക്ഷ്യം നിറവേറ്റിയെന്ന് പറയാം. ബാറക്കല്ലാഹു ഫീക്കും. നമുക്കിവിടെ നിർത്താം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.